നിലവിലത്തെ അപ്ഡേറ്റ് പ്രകാരം ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അൽ ഖമേനി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇന്നലെ ശക്തമായ ആക്രമണമാണ് GCC രാജ്യങ്ങൾ നടന്നിട്ടുള്ളത്. ഒമാൻ ഒഴികെ ബാക്കി എല്ലാ GCC രാജ്യങ്ങളും ഇന്നലെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒമാനെ എന്തുകൊണ്ടാണ് ഇന്നലെ ആക്രമിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നത്തിന് മീഡിയേറ്റർ ആയിട്ട് നിന്നിരുന്നത്, അതായത് ഇതിന് മധ്യസ്ഥം വഹിച്ചിരുന്നത് ഒമാനാണ്. അതുകൊണ്ടാണ് ഒമാനെ ഇതുവരെ ആക്രമിക്കാതിരുന്നത്. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ ഇറാന്റെ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ഇനി ഏത് രീതിയിൽ ആക്രമണം വരും എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ നമ്മൾ എന്നുള്ള രാജ്യങ്ങളെല്ലാം മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉള്ളതാണ്. അതായത് ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകൾ നിർവീര്യമാക്കാനുള്ള ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങളാണ്. നല്ല സെക്യൂർഡ് രാജ്യങ്ങളാണ് GCCയിലെ എല്ലാ രാജ്യങ്ങളും. അപ്പോൾ ഗവൺമെന്റ് തരുന്ന പല ക്രൈറ്റീരിയകളും പലരും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് വീഡിയോസിൽ നിന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതായത് ഗവൺമെന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തുറസായ സ്ഥലങ്ങളിൽ പോയി നിൽക്കരുത്, ജനലുകൾക്ക് അടുത്ത് പോയി നിൽക്കരുത്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ബങ്കറുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് മിസൈൽ അറ്റാക്കുകളൊക്കെ വന്നതിന് മുമ്പ് വാർണിംഗ് ഷെയറിൻ വരും. ഷെയറിൻ അടിച്ചതിന് ശേഷം ആ ഷെയറിൻ കേട്ട ഉടനെ അവർ ബങ്കറിലേക്ക് പോയി അവിടെ ഇരിക്കലാണ് സാധാരണ പതിവ്. ഇസ്രായേലിലുള്ള ആൾക്കാർക്ക് ഇതറിയാം. നമ്മൾ GCC രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ബങ്കറുകളൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് അതുകൊണ്ടാണ് നമ്മളോട് തുറസായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തോ പോയി നിൽക്കരുതെന്ന് പറയുന്നത്. വീടിൻ്റെ അകത്ത് തന്നെ പരമാവധി ഇരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ വരാനുള്ള കാരണം അതാണ്. പക്ഷെ നമ്മുടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഗവൺമെന്റ് ഒരു മെസ്സേജ് അയച്ചു SMS വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്, വെടിക്കെട്ട് കാണാൻ നിൽക്കണ പോലെ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അത് തകർന്ന് താഴെ വീഴും. അത് അവിടെ നിന്ന് പല കഷ്ണങ്ങളായിട്ട് ചെതറിയിട്ടൊക്കെയാണ് താഴെ വീഴുക. വലിയ വലിയ ലോഹ കഷ്ണങ്ങളും ചിലപ്പോൾ അതിനകത്ത് എക്സ്പ്ലോസീവിന്റെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടാവും. നിലത്ത് വീഴുമ്പോൾ അതും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, ഈ തകർന്നു വീണ സാധനങ്ങളുടെ പീസുകൾ എടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കുക. ചിലപ്പോൾ കാണുമ്പോൾ ചെറുതായിട്ട് കത്തുന്ന പോലെയൊക്കെ തോന്നിയിരിക്കും. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എക്സ്പ്ലോസീവിന്റെ സാധനങ്ങൾ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മിസൈലിനകത്തു നിന്നുള്ള കിട്ടുന്ന സാധനങ്ങൾ പറക്കിക്കൊണ്ടുവന്ന് റൂമിലെടുത്തുകൊണ്ട് വയ്ക്കുന്ന ഒരു സംഭവം ഇന്നലെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ അതും വളരെ ഡേഞ്ചർ ആയിട്ടാണ്. അവിടെ നിന്ന് മുകളിൽ നിന്ന് തകർന്നു പോകുന്ന ഒരു സാധനത്തിലും തൊടാൻ പോലും പാടില്ല എന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസൺ ഇതാണ്. അതിനകത്ത് പല തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ടുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മളുടെ സാധാരണ ആൾക്കാർക്ക് ഹാനികരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. വിഷാംശങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ കെമിക്കൽ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ആ ഒരു സംഭവം കൂടി നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും മലയാളത്തിലുള്ള മീഡിയ ചാനലുകൾ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. അൽ ജസീറ, CNN, BBC വേൾഡ് പോലെയുള്ള ഇന്റർനാഷണൽ മീഡിയകളിൽ വരുന്ന ന്യൂസ് മലയാളത്തിലേക്ക് അവർ എടുത്തിട്ട് കുറച്ച് അതിൽ പൊടിപ്പൊന്നും കൂടി ചേർത്തിട്ടാണ് നമ്മളവിടെ ന്യൂസായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വ്യക്തമായ വാർത്തകൾ അറിയണമെന്നുണ്ടെങ്കിൽ അൽ ജസീറയോ BBC വേൾഡോ അല്ലെങ്കിൽ CNN പോലെയുള്ള ഇന്റർനാഷണൽ ചാനലുകൾ കണ്ടാൽ മതി. മലയാളത്തിലുള്ള ചാനലുകൾ പലരും അവിടെ ഇവിടെയും പറഞ്ഞു കേട്ടിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ കുറേയൊക്കെ ഇന്റർനാഷണൽ ചാനലുകളിൽ നിന്ന് കോപ്പി അടിക്കുന്ന വിഷ്വൽസാണ്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും നടക്കുമ്പോൾ അല്ലെങ്കിൽ മിസൈൽ ഇന്റർസെപ്ഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് പലരും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഗൾഫിലെ നിയമപ്രകാരം കുറ്റകരമാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അത് മാത്രമല്ല, ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് കേരളത്തിലെ ചാനലുകൾക്ക് അയച്ചു കൊടുക്കുന്നതും തെറ്റാണ്. നാഷണൽ മീഡിയ കമ്മീഷന്റെ അല്ലെങ്കിൽ നാഷണൽ മീഡിയ കൗൺസിലിന്റെ റൂൾസ് പ്രകാരം നമുക്ക് ഇവിടെ നിന്ന് ഒരു ന്യൂസ് എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള ചാനലുകൾക്ക് അയച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ചാനലുകൾക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെടും. നിങ്ങളുടെ അടുത്ത് വീഡിയോസ് ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയും. പക്ഷെ അത് അയച്ചു കൊടുക്കുന്നത് കുറ്റകരമാണ്. ഏതെങ്കിലും കാരണത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിന് അതോറിറ്റി ഉള്ള ഒരാളല്ല, നിങ്ങളതിന് ഓതറൈസ്ഡ് പേഴ്സൺ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇവിടുത്തെ വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ ചാനലുകളുടെ ലൈവ് സ്ട്രീമിംഗ്, യൂട്യൂബിൽ ലൈവ് സ്ട്രീമിന്റെ അടിയിൽ കമന്റുകൾ കണ്ടിരുന്നു. ദുബായ് സേഫ് ആണോ, ഖത്തർ സേഫ് ആണോ, ഒമാൻ സേഫ് ആണോ, കുവൈറ്റ് സേഫ് ആണോ എന്നൊക്കെ വെച്ചിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേരളത്തിലുള്ള ഒരു ചാനലിനും ഗൾഫിലുള്ള ഒരു രാജ്യം സേഫ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മീഡിയകൾക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് നമ്മൾ നിലകൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തെ ഡിഫൻസ് സിസ്റ്റത്തെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക. അവിടുത്തെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ എന്താണോ ആ ക്രൈറ്റീരിയകൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇന്ത്യക്കാർക്ക് അത്ര വലിയ ഭീഷണി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അത്രയും വലിയൊരു ഭീഷണി നിലനിൽക്കുന്നില്ല.
ഈ ആയത്തുള്ള അലി ഖമേനി മരണപ്പെട്ടപ്പോൾ ഇറാൻ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. GCCയിലെ ലാൻഡ്മാർക്കായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കനെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. GCC രാജ്യങ്ങൾ അമേരിക്കയുടെ സെക്യൂരിറ്റിയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കനെ ഈ വാർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ബുർജ് ഖലീഫ പോലുള്ള വലിയ വലിയ ബിൽഡിങ്ങിൽ ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതായത് ബുർജ് ഖലീഫ അന്ന് ആക്രമിക്കുന്നതെന്ന് അവരോടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ദർ വിൽ ബി എ ചാൻസ് അവർ ശക്തമായ ഒരു ആക്രമണം നടത്തും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവരുടെ സുപ്രീം ലീഡർ വധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇനി അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല, മേൽകീഴ് നോക്കാതെ അവർ ആക്രമിക്കും. ഇന്നലെ രാത്രി കണ്ടതായിരിക്കില്ല ഇന്ന് രാത്രി കുറച്ച് ക്രൂഷ്യലായിരിക്കും. ചിലപ്പോൾ ഇന്ന് പകലും അറ്റാക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ഞാൻ ആരും പറഞ്ഞ് പേടിപ്പിക്കാനൊന്നുമല്ല ഈ വീഡിയോ ഇടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റേത് നാഷണാലിറ്റി ആണെങ്കിലും നമ്മൾ നിലകൊള്ളുന്ന ഈ രാജ്യം നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിശ്വസിക്കുക, അവരുടെ ഗവൺമെൻറ് പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത്രയും വലിയ നാഷണൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലും ഇറാനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പുറത്തിറങ്ങി അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നാട്ടിലത്തെ മീഡിയകൾ അവരവരുടെ ഒരു ബിസിനസ് ഇതായിട്ടാണ് ഈ ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മസാല ചേർത്ത് എരിവും മുളകും ചേർത്ത് കാണിക്കുന്ന വാർത്തകൾക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ വീഡിയോസ് കണ്ടിട്ട് നാട്ടിലുള്ള ആളുകൾ ഭയപ്പെട്ട് നമ്മൾ വിളിക്കുന്ന അങ്ങനത്തെ സിനാറിയോസ് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിലവിൽ ഗൾഫ് സെക്യൂർഡ് ആണോ എന്ന് വെച്ചാൽ നമ്മൾ സെക്യൂർഡ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ എല്ലാ രീതിയിലുള്ള ഡിഫൻസ് സിസ്റ്റവും ഇവിടെയുണ്ട്, നല്ല രീതിയിലുള്ള മിലിറ്ററി സെറ്റപ്പും ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ബ്ലൈൻഡായിട്ട് നടന്നിട്ടുള്ള ഒരു അറ്റാക്ക് ഒന്നുമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പ്രിസിഷൻ അറ്റാക്കാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് അവർ എടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ പൗരനെ പോലെ തന്നെയാണ് നമ്മുടെ പോലുള്ള വിദേശികളും. നമ്മളുടെ ജീവനും അവർക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഗവൺമെൻറ് പറയുന്ന റൂളുകൾ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.